ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാൻ. ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ക്ലാരിറ്റി, അവതരണ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ആദ്യമേ നിങ്ങളെ സൂചിപ്പിക്കുന്നു എന്ന് മാത്രം. ഞാൻ ഉപയോഗിക്കുന്ന വാഹനം നെക്സോൺ ഫിയർലെസ് 45 എന്നുള്ള വേരിയൻറ്റിലുള്ള വാഹനം ഉപയോഗിക്കുന്നത്. എൻ്റെ ഈ വാഹനം എനിക്ക് ഡെലിവറി കിട്ടിയിട്ട് ഇപ്പോൾ ഒരു മാസം പൂർത്തിയായി. ഞാൻ വാഹനം ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നു. 2025 നവംബർ 29 എനിക്ക് വാഹനം കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് 2025 ഇപ്പോൾ ഡിസംബർ 31, ഇപ്പോൾ ഒരു മാസം പൂർത്തിയായി. ഈ ഒരു മാസം കൊണ്ട് ഞാൻ 6927 കിലോമീറ്ററാണ് എൻ്റെ മീറ്ററിൽ കാണിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഓട്ടത്തിലൂടെ ഏകദേശം 1000 കിലോമീറ്റർ പൂർത്തിയാകും. മാത്രമല്ല എൻ്റെ സെക്കൻഡ് സർവീസിൻ്റെ ടൈമും ഇപ്പോൾ ആയി. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എനിക്ക് ഓൾറെഡി ബിസിനസ്സാണ്. എനിക്കിതിനൊന്നും സമയമില്ല. ഇതിനായിട്ട് ഞാൻ സമയം നീക്കി വയ്ക്കാറുമില്ല. പിന്നെ ഈ വാഹനം പ്രധാനമായിട്ടും ഇപ്പം ഞാൻ ഈ EV വാഹനം എടുക്കാൻ നേരത്ത് ഞാൻ ഒരുപാട് പേരുടെ അനുഭവങ്ങളും അറിവുകളും പരിശോധിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ വാഹനം എടുക്കുന്നത്. കാരണം പലർക്കും EV വാഹനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ ഈ ടെൻഷനുകൾ എനിക്കും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മറ്റുള്ളവരുടെ നോക്കിക്കണ്ട അനുഭവങ്ങളും അറിവുകളും എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചിട്ടാണ് ഞാൻ ഈ വാഹനം എടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ അനുഭവങ്ങളും അറിവുകളും അതിന് പ്രസക്തിയുണ്ട്. മാത്രമല്ല എന്നെപ്പോലെ പലരും ഇപ്പോഴും നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അനുഭവങ്ങളും അറിവുകളും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. അത് കുറച്ച് വീഡിയോകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഉപയോഗിക്കുന്ന ലൈവായിട്ടുള്ള ഇതിൻ്റെ അനുഭവങ്ങളും ഇതെല്ലാം വെച്ചിട്ട് എനിക്ക് ഈ വീഡിയോയിൽ എനിക്ക് ആദ്യം മെയിനായിട്ടും പറയാനുള്ളത്, ഈ 7000 കിലോമീറ്റർ ഞാൻ ഈ വാഹനം ഓടിച്ചപ്പോൾ എനിക്കുണ്ടായ എൻ്റെ അനുഭവങ്ങളും എൻ്റെ മുൻപത്തെ വാഹനം സ്വിഫ്റ്റ് ഡീസലിൽ ഒരു വാഹനമായിരുന്നു. ആ വാഹനം ആയിട്ട് ഇതിൻ്റെ ചിലവ് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ലാഭനഷ്ട കണക്കിൻ്റെ ഒരു ഇതാണ്. ഞാൻ ഈ വാഹനം എനിക്ക് സ്വിഫ്റ്റ് എൻ്റെ മുൻപത്തെ വാഹനത്തിന് എനിക്ക് ഏകദേശം ഒരു 17-18 കിലോമീറ്റർ ആവറേജ് എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് കൂടുതൽ ഓട്ടവും ടൗൺ ബേസ്ഡായിട്ടുള്ള ഓട്ടം ആയതുകൊണ്ട് എപ്പോഴും ഈ ഗിയർ മാറുക, ക്ലച്ച് ഔട്ടുക, ബ്രേക്ക് പിടിക്കുക, ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് മൈലേജ് കുറവായിരിക്കും. ഒരു 16-17 കിട്ടും. പിന്നെ കൂടുതൽ ഞാൻ ഈ വാഹനത്തിൽ ഈ കണക്കുകൾ നോക്കാനും മറ്റുള്ള സംഗതിക്കൊക്കെ നമ്മൾ കൂടുതൽ വാഹനം AC ഒക്കെ ഇട്ട് പലയിടത്തും ഇങ്ങനെ നമ്മൾ ഇരിക്കും, റെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മൈലേജ് പൊതുവെ ഒരു 15 കിലോമീറ്ററൊക്കെ ഒരു ആവറേജ് ഞാൻ കൂട്ടുന്നത്. അപ്പോൾ ആ രീതിക്ക് ഞാൻ കൂട്ടുമ്പോൾ എനിക്ക് ഏകദേശം ഈ 7000 കിലോമീറ്റർ ഓടിക്കാൻ വേണ്ടി ഏകദേശം ഒരു 466 ലിറ്ററിലധികം ഡീസൽ എനിക്ക് വേണം. അത് ഞാൻ ഇന്നത്തെ റേറ്റ് 95 രൂപ റേറ്റ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം എനിക്കൊരു 44,000 രൂപയുടെ ഡീസൽ എനിക്ക് വേണ്ടി വരും. മാത്രമല്ല ഞാൻ ഈ വാഹനം ഇപ്പം ഞാൻ മെയിനായിട്ടും എൻ്റെ പഴയ വാഹനവും ഞാൻ ഈ വാഹനവും തമ്മിൽ താരതമ്യം ചെയ്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പഴയ വാഹനം ഞാൻ കൊടുക്കാൻ നേരത്ത് ഏകദേശം ഒരു 8000 കിലോമീറ്ററോളം മുൻപത്തെ സർവീസ് കഴിഞ്ഞായി. 2000 കിലോമീറ്റർ കൂടി ആകുമ്പോൾ 10,000 രൂപയോളം എനിക്കൊരു സർവീസിന് എനിക്ക് ചിലവ്, അതിൽ കൂടുതൽ വരാൻ സാധ്യതയുള്ളൂ. ഏതായാലും ഒരു 10,000 രൂപ എനിക്ക് അതിനും ചിലവ് വരുമായിരുന്നു ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചത് സ്വിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ 44,000 പ്ലസ് ഒരു 10,000 കൂടി കൂട്ടുമ്പോൾ ഏകദേശം 54,000 രൂപ എനിക്ക് ചിലവ് വരണം. ആ സ്ഥാനത്ത് എനിക്ക് കുറച്ച് ചാർജ് പുറത്തുനിന്ന് കൂടുതൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഞാൻ എൻ്റെ ചാർജിങ് ആപ്ലിക്കേഷനുകളിൽ ഞാൻ കയറി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പരിശോധിച്ചപ്പോൾ ഏകദേശം 11,500 രൂപയുടെ ഞാൻ ഇതുവരെ അടിച്ചതിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്, വൈദ്യുതി ചാർജ് ചെയ്തതിൻ്റെ. പിന്നെ ഞാൻ കുറച്ച് ഇനി ബാക്കി ഉള്ള യൂണിറ്റുകൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം വീട്ടിൽ നിന്ന് ഇനിയൊരു കറണ്ട് ആവശ്യം വരാനുണ്ട്. വീട്ടിൽ നിന്ന് ചാർജ് ചെയ്തിട്ടുള്ളതിൻ്റെ പക്ഷേ 3,500-4,000 അടുപ്പിച്ചുള്ള കറണ്ട് ആവശ്യം വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മൊത്തത്തിൽ ഞാനിപ്പോൾ ഈ ചിലവ് താരതമ്യം ചെയ്യുമ്പോൾ 39,000 രൂപ ഈ വീട്ടിൽ നിന്നുള്ള ചാർജിൻ്റെ ഒരു എമൗണ്ടും പുറത്തുനിന്ന് ചാർജ് ചെയ്തതും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് 39,000 രൂപ. ഫസ്റ്റ് സർവീസിന് എനിക്ക് 80 രൂപയാണ് എനിക്ക് വന്നിട്ടുള്ളത് ചാർജ്. മാത്രമല്ല ഇപ്പോൾ രണ്ടാം സർവീസിൻ്റെ ഇതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വാഹനവുമായി ബന്ധപ്പെട്ട് എനിക്കുള്ള എൻ്റെ ചിലവ് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഞാൻ ഈ ഒരു മാസത്തെ യാത്രയിൽ എനിക്ക് എല്ലാം കൊണ്ടും എനിക്ക്
ഈ ഒരു വാഹനം എനിക്ക് മുൻപത്തെ ഡീസൽ വാഹനത്തിനെ അപേക്ഷിച്ച് എനിക്ക് വലിയ രീതിയിലുള്ള ഒരു ലാഭം എനിക്കുണ്ടായിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ വാഹനം എടുക്കുമ്പോൾ പല ആളുകളും ഈ വാഹനത്തിന് നിലവിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ ഫ്യൂവൽ കോസ്റ്റ് ആയിട്ട്, അതായത് നിലവിൽ നമുക്ക് എല്ലാവർക്കും ഉള്ള കൂടുതലും ഡീസൽ പെട്രോൾ വാഹനങ്ങളായിരിക്കും. CNG ഹൈബ്രിഡൊക്കെ കുറവാണ്, എന്നാലും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഈ വാഹനത്തിൻ്റെ ചിലവും ഇലക്ട്രിക് വാഹനത്തിൻ്റെ ചിലവും കമ്പയർ ചെയ്യല സാധാരണ പതിവ്. എന്നിട്ട് പറയും ഇത്ര കിലോമീറ്റർ എനിക്ക് ഓട്ടോ ഉണ്ട്, ഇത്ര രൂപയുടെ ചാർജ് ആവുള്ളൂ എന്ന് പറയും. അപ്പം അങ്ങനെ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ ലാഭനഷ്ടം നമ്മൾ ചിലവ് കണക്ക് കൂട്ടുന്ന രീതിയിൽ അത് ശരിയായ രീതിയല്ല. അത് മാത്രമല്ല, നമുക്കൊരു ഇലക്ട്രിക് വാഹനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇതല്ലാത്ത ഒരുപാട് ചിലവുകൾ കൂടി അല്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ കൂടി നോക്കാനുണ്ട്. അത് ഒന്ന് ഫ്യൂവൽ കോസ്റ്റ് മെയിനായിട്ടും, രണ്ടാമത്തെ സംഗതി നമ്മുടെ വാഹനത്തിൻ്റെ വില. അതായത് നമുക്കിപ്പോൾ ഒരു 10 ലക്ഷം രൂപ 10-11 ഉണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പുതിയ പെട്രോൾ, ഇപ്പം മാരുതിയുടെ പെട്രോൾ വാഹനമാണ് ഇപ്പോൾ ഇറങ്ങാറ്, ടാറ്റയുടെ മറ്റുള്ളവരൊക്കെ ഡീസൽ വാഹനങ്ങളുണ്ട്. അത്യാവശ്യം ഒരു 10-11 ലക്ഷം രൂപയ്ക്ക് കുഴപ്പമില്ലാത്ത വാഹനങ്ങൾ കിട്ടാനുണ്ട്. EVയിലേക്ക് വരുമ്പോൾ EVയിലും 10-11 കിട്ടാനുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം റേഞ്ചുള്ള ഇപ്പോൾ ഈ നെക്സോൺ, ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന നെക്സോൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ വിൻസറൊക്കെ ആയിക്കോട്ടെ, അത്യാവശ്യം ഒരു 16 to 20 ലക്ഷത്തിന് ഇടയ്ക്കാണ് വാഹനത്തിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് വരുന്നത്. അപ്പോൾ വാഹനത്തിൻ്റെ വിലയും, അതായത് സാധാരണ പെട്രോൾ ഡീസലിൻ്റെ വിലയും EV വാഹനത്തിൻ്റെ വില തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. 2, നമ്മൾ ഈ വാഹനം കൊടുക്കാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന റീസെയിൽ വാല്യൂ നമുക്കറിയാം, അത് ഡീസൽ പെട്രോൾ വാഹനത്തിനെ അപേക്ഷിച്ച് ഒരുപാട് കുറവുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ പലരും വിട്ടുപോകുന്നൊരു സംഗതിയാണ് ഫിനാൻസിലെ ഇൻട്രസ്റ്റ്. ഇപ്പം ഞാനിപ്പോൾ ഈ വാഹനം 16.5 ലക്ഷം രൂപ എനിക്ക് വാഹനം വന്നു. ഞാൻ ഈ വാഹനത്തിന് ഏകദേശം ഒരു 13 ലക്ഷത്തിലധികം ഞാൻ ഫിനാൻസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ 13 ലക്ഷത്തിലധികം ഞാൻ ഫിനാൻസ് ഇടുമ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ എടുത്തേക്കണത് ഫിനാൻസ്. എനിക്ക് 10 കൊല്ലത്തെ ടേൺ ഓവറാണ്. എനിക്ക് ഏകദേശം 6 ലക്ഷം രൂപയാണ് അവരുടെ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ഷെഡ്യൂൾ നോക്കുമ്പോൾ ഞാൻ അവർക്ക് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ 10 കൊല്ലം കൊണ്ട് അടയ്ക്കാനായിട്ടല്ല ഞാൻ എടുത്തിട്ടുള്ളത്. ബില്ല് EMI അടയ്ക്കുക, ബാക്കി എൻ്റെ പഴയ വാഹനത്തിൻ്റെ ചിലവ് കമ്പയർ ചെയ്തിട്ട് കുറച്ച് എമൗണ്ട് കൂട്ടി അടയ്ക്കുക. അങ്ങനെ കൂട്ടി അടച്ചിട്ട് മാക്സിമം നേരത്തെ ബില്ല് ക്ലോസ് ചെയ്യാൻ, വാഹനത്തിൻ്റെ ലോൺ ക്ലോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നാഷണലൈസ് ബാങ്ക് ആകുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സ്ട്രാ കയറ്റി അടയ്ക്കാൻ പറ്റും. മറ്റുള്ള ബാങ്കുകളാകുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇല്ല. പൊതുവേ അവരതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ടും ഈ നാഷണലൈസ് ബാങ്കിൻ്റെ ഇതിലേക്ക് വന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് അതൊരു ഘടകമാണ്. അപ്പോൾ 16 ലക്ഷം രൂപയ്ക്ക് ഞാൻ 6 ലക്ഷം രൂപ നോർമൽ ലെവൽ ഇൻട്രസ്റ്റും കൊടുക്കണം. അപ്പോൾ 22-23 ലക്ഷം രൂപയായി ഈ വാഹനം. അപ്പോൾ വാഹനത്തിൻ്റെ വില കൂടുതലാണ്, ആ കൂടുന്ന വിലക്കനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് നമുക്ക് വരും. പിന്നെ വാഹനം നമ്മൾ വിൽപ്പന നടത്തുമ്പോൾ നമുക്ക് റീസെയിൽ വാല്യൂ കുറവാണ്. ഇതെല്ലാം നമ്മൾ പരിഗണിക്കേണ്ട ഘടകമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ ഒരു കാൽക്കുലേഷനിൽ നമുക്ക് എന്നാലും EV വാഹനം അത്യാവശ്യം ഓട്ടോ ഉള്ള ആളുകൾക്കെല്ലാം വലിയ ബെനിഫിറ്റാണ്. വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള വ്യത്യാസമുണ്ടാവും. അപ്പം ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാനിപ്പോൾ വിവരങ്ങൾ പറഞ്ഞുവെങ്കിലും അതിൻ്റെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തത്. ഞാൻ അതിൻ്റെ കുറച്ച് കണക്കുകൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി നോക്കിയിട്ടാണ് ഞാൻ ഈ വാഹനം എടുത്തത്. അപ്പോൾ ആ കണക്ക് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എന്നിരുന്നാലും ഞാനിപ്പോൾ ഈ നെക്സോൺ എന്ന് പറയുന്ന വാഹനം ഞാനിപ്പോൾ 1 മാസമായിട്ട് ഉപയോഗിക്കുന്നു. ഈ വാഹനം ഉപയോഗിക്കുന്ന പലരും എനിക്കറിയാം. മാത്രമല്ല മുൻപ് പല EV വാഹനങ്ങൾ ഉപയോഗിച്ച ആൾക്കാരെ അറിയാം. EV വാഹനങ്ങൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഏകദേശം ഒരു അത്യാവശ്യം വിശ്വസനീയമായി എടുക്കാൻ പറ്റുന്ന ഒരു ടൈം ആഗതമായോ എന്ന് ചോദിച്ചാൽ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരുന്ന 1-2 കൊല്ലത്തിനുള്ളിൽ വലിയ വ്യത്യാസങ്ങൾ വരും. പണ്ടത്തെ ആ ഒരു ഉത്കണ്ഠയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം നമുക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പല സർവീസുകളാണെങ്കിലും നമുക്ക് അത്യാവശ്യം സർവീസ് സെൻ്ററിൽ അത്യാവശ്യമുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ രീതിയിലും നമുക്ക് വാഹനം
അപ്പം നമ്മളുടെ ഇപ്പോൾ ടാറ്റയുടെ നെക്സോൺ ആണെങ്കിലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പുണ്ട്. ഇപ്പോൾ വിൻസറാണിൽ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പുണ്ട്. പിന്നെ EV വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഗ്രൂപ്പുണ്ട്. പിന്നെ EV OK എന്ന് പറയുന്ന ആപ്പ്, ഞാനിപ്പോൾ ആ ഒരു അവരുടെ കൂട്ടായ്മയിലുള്ള ഒരാളാണ്. അപ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പല സഹായങ്ങൾ വേറെ ഉണ്ട്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഡീസൽ പെട്രോളിൻ്റെ വാഹനം ഉപയോഗിക്കുന്നതിനേക്കാളും ഒരു വാഹന ഉടമകളുടെ ഒരു കൂട്ടായ്മയും ഒരു സാഹോദര്യ സ്നേഹമൊക്കെ എടുത്തു വരേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറേ സംഗതികൾ വരുന്നത് കൊണ്ട് തന്നെ EV വാഹനങ്ങൾ മൊത്തത്തിൽ നമുക്ക് അത്യാവശ്യം സേഫായിട്ട് എടുക്കാമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതല്ല, ഈ വാഹനം ഞാൻ എല്ലാം കൊണ്ടും എൻ്റെ ഒരു യാത്ര, എൻ്റെ ഒരു ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് സൂട്ടായ ഒരു വാഹനമാണ്. ഞാൻ സത്യത്തിൽ വിൻസറും ഈ വാഹനവും കമ്പയർ ചെയ്തിട്ടാണ് ഞാൻ ഈ വാഹനം എടുക്കുന്നത്. അതിന് കുറേ കാരണങ്ങളുണ്ട്. എന്നാലും അത് ഞാൻ ഒന്ന് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇതിൻ്റെ ആദ്യത്തെ വീഡിയോയാണ്. എനിക്ക് പറ്റുന്ന സമയത്ത് പറ്റുന്നത് പോലെയുള്ള വാഹനത്തിൻ്റെ റിവ്യൂ ജെന്യുവിനായിട്ട് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാമെന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. എന്തായാലും പിന്നീട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.